ശ്രീകൃഷ്ണാർപ്പണമായി വരേണം അഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറം നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറിമെന്നിടുമീ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹുഃ. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവി നമഃ. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളീടുക സർവകാലം. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഭഗവാനും ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലെ 81ാമത്തെ ദശകമാണ് നമുക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിലായിട്ട് ഭഗവാന്റെ വിവാഹത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഭഗവാൻ ആദ്യം ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള രുക്മിണി ദേവിയെ വിവാഹം ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൂര്യൻ കൊടുത്ത സ്യമന്തക രത്നത്തിന്റെ തിരച്ചിലിന് വേണ്ടി പോയിട്ട് ഭഗവാൻ ജാംബവതിയെ കണ്ടു. ജാംബവാൻ പുത്രിയായിട്ടുള്ള ജാംബവതിയെ ഭഗവാൻ കൊടുത്തു. അതായിരുന്നു രണ്ടാമത്തെ വിവാഹം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇതേ സ്യമന്തകമണിയുടെ പേരിൽ തന്നെ ഭഗവാനാണ് അത് എടുത്തത് എന്ന് സത്രാജിത്തിന് സംശയം തോന്നിയിരുന്നു. അതല്ലാന്ന് തെളിഞ്ഞ സമയത്ത് പശ്ചാത്താപം തോന്നിയ സത്രാജിത്ത് ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ തന്റെ സുന്ദരിയായിട്ടുള്ള മകളെ സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ ഭഗവാൻ ഇപ്പൊ 3 പത്നിമാരായി. ഇനി 5 പത്നിമാരുടെ കാര്യം ഇവിടെ കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന് 8 പേരെ, പ്രധാനപ്പെട്ടതായിട്ട് 8 പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ 16,100 കന്യകമാരെ സ്വീകരിക്കും. ശ്രീമദ് ഭാഗവതത്തിലും ഇവിടെയും ഈ ചാപ്റ്ററില്, ഈ ദശകത്തില് 16,000 എന്നാണ് പറയുന്നത്. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിൽ വേറൊരു സ്ഥലത്ത് 16,000 പിന്നെ ഒരു 100 എന്ന് പറയുന്നത് കൊണ്ട് 16,108 പത്നിമാരാണ് ഭഗവാന് എന്നുള്ളത് പറയുന്നു. ആചാര്യന്മാര് നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഭഗവാന്റെ അനന്തമായിട്ടുള്ള വൈഭവം, അനന്തമായിട്ടുള്ള ഭഗവാന്റെ ഗുണഗണങ്ങള്, അതിന്റെ ഒക്കെ പതിയാണ് ഭഗവാൻ എന്ന് കാണിക്കാനാണ് 16,108 സ്ത്രീകളുടെ ഭർത്താവാണ്, പതിയാണ് എന്ന് കാണിക്കുന്നത്. അത് ഒരു പ്രത്യേക 16,000 കലകളുടെ നാഥൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. 81ാമത്തെ ദശകം കാളിന്ത്യാദി വിവാഹവും പാരിജാത ഹരണവും എന്നാണ് ഈ ദശകത്തിന്റെ ടൈറ്റിൽ. വൃത്തം മന്ദാക്രാന്ത. 10 ശ്ലോകങ്ങള്. എല്ലാ ശ്ലോകങ്ങളും മന്ദാക്രാന്ത വൃത്തത്തിൽ തന്നെയാണ്. 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നിഗ്ധാം മുഗ്ധാം
സതതമഭിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്യൈ പുനരപി മനാഗാസ്ഥിതോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂ. ഭഗവാൻ സത്യഭാമയെ ലാളിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. സത്യഭാമയുടെ വിവാഹമാണല്ലോ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 3 പത്നിമാരില് അവസാനമായിട്ട് പറഞ്ഞത് സത്യഭാമയുടെ വിവാഹം. അപ്പോ ഭഗവാൻ സത്യഭാമയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ പാഞ്ചാല നഗരത്തിലേക്ക് പോയി. അവിടെ വെച്ച് ദ്രൗപദിയുടെ വിവാഹം, യാജ്ഞസേനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രൗപദി, പാഞ്ചാല മഹാരാജാവിന്റെ പുത്രി പാഞ്ചാലി, ദ്രൗപദി എന്നാണ് പേര്. അവിടെ യാജ്ഞസേനിയുടെ, അതായത് പാഞ്ചാലിയുടെ വിവാഹമാണ്, സ്വയംവരമാണ്. ഇത് നമ്മൾ മഹാഭാരതത്തിൽ വിസ്തരിച്ച് കാണുന്നുണ്ട്. ആ ബ്രാഹ്മണരുടെ വേഷത്തില് പഞ്ചപാണ്ഡവന്മാരും അവിടെ എത്തി. കാരണം എന്താ വെച്ചാല് വാരണാവതത്തിൽ വെച്ച് പഞ്ചപാണ്ഡവന്മാരും വെന്ത് കരിഞ്ഞു പോയി എന്നാണ് പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള പ്രസ്താവം. അപ്പൊ അവർക്ക് പെട്ടെന്ന് അവര് ജീവിച്ചിരിക്കണം എന്ന് എല്ലാവരെയും പെട്ടെന്ന് അറിയിക്കാതിരിക്കാൻ അവർക്ക് ചില സ്ട്രാറ്റജിക് റീസൺസ് ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് അവരത് പുറത്തറിയിക്കണില്ല. ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിട്ടാണ് അവര് പാഞ്ചാലി വിവാഹത്തിന് വേണ്ടി, സ്വയംവരത്തിന് വേണ്ടിയിട്ട് അവിടെ പോയത്, വിവാഹ വേദിയിൽ പോയത്. അവിടേക്ക് ഭഗവാനും എത്തും. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, സഹ ഖലു തയാ സഹ, അതായത് സത്യഭാമയോട് കൂടിയിട്ട് ഭഗവാൻ അവിടെ എത്തി, യാജ്ഞസേനിയുടെ വിവാഹ വേദിയിലെത്തി. കാരണം എന്താ വെച്ചാൽ യാജ്ഞസേനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച്, എല്ലാം ഭഗവാനിൽ തന്നെ സർവ വിധത്തിലും ശരണാഗതി തേടിയ ഒരു മഹാഭക്തയാണ് ദ്രൗപദി. അതുകൊണ്ട് ഭഗവാൻ അവിടെ എത്തി. അവിടെ എത്തിയ ശേഷം ഉണ്ടായത് മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തില് അതിനെപ്പറ്റി അങ്ങനെ പറയുന്നില്ല, വിസ്തരിച്ച് പറയുന്നില്ല. അങ്ങനെ ഭഗവാൻ അവിടെ എത്തി. എന്നിട്ട് അർജുനന് ആ ലക്ഷ്യം ഭേദിച്ച് ദേവിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റി. വിവാഹം ചെയ്തു കൊണ്ടുവന്ന് വധുവിനെയും കൊണ്ട് അമ്മയുടെ അടുത്ത് കാണാൻ വന്നപ്പോ അമ്മ കൊടുത്തൊരു ആശീർവാദം, അത് സത്യമാവണമെങ്കിൽ 5 പേരും ദേവിയെ വിവാഹം കഴിക്കണം. അങ്ങനെ അവർ 5 പേരും പഞ്ചപാണ്ഡവന്മാരുടെ പത്നിയായി തീരും ദേവി. അതിനുശേഷം ഭഗവാൻ ഈ പാർത്ഥന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, സാധാരണ നമ്മൾ പാർത്ഥൻ എന്ന് പറയുമ്പോൾ അർജുനനെയാണ് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. പാർത്ഥൻ എന്നുള്ളത് അർജുനന്റെ ഒരു പര്യായമാണ്. പൃഥ എന്നാണ് കുന്തി ദേവിയുടെ ഒരു പേര്. കുന്തി എന്ന് പറയുന്നത് കുന്തി ഭോജന്റെ പുത്രി ആയതുകൊണ്ട് കുന്തി ദേവി. ശരിക്കുള്ള പേര് പൃഥ എന്നാണ്. പൃഥയുടെ പുത്രന്മാരാണ് പാർത്ഥന്മാര്. ആ പാർത്ഥന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അർജുനന്റെ പ്രീതിക്ക് വേണ്ടി, മറ്റുള്ള സഹോദരന്മാരുടെ, യുധിഷ്ഠിരൻ തൊട്ടുള്ള സഹോദരന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് മനാഖ് ആസ്ഥിതോ ഹസ്തിനപുരിയില് കുറച്ചു കാലം താമസിച്ചു. അപ്പൊ കുരു രാജാക്കന്മാരുടെ തലസ്ഥാനാണ് ഹസ്തിനപുരി. പിന്നെ അധികം താമസിയാതെ യുധിഷ്ഠിരന് ഒരു ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി അവിടെ വേറെ ഒരു ഭരണം തുടങ്ങാനുള്ള അവസരം ഉണ്ടായി. അവിടെ നന്നായിട്ട് തഴച്ചു വളരുന്നത് കണ്ടപ്പോ യുധിഷ്ഠിരൻ നല്ല പോലെ ഫ്ലറിഷ് ചെയ്ത് ആരുടെ മുകളിലൊക്കെയാണോ ആധിപത്യം ഉണ്ടായിരുന്നത്, പ്രജകളുടെ മുകളില്, അവരുടെയൊക്കെ പ്രീതി കിട്ടി എന്നതൊക്കെ കണ്ടിട്ട് അസൂയ പൂണ്ടിട്ടാണ് ചൂത് കളിക്ക് വേണ്ടിയിട്ട്, കള്ളച്ചൂത് കളിക്ക് വേണ്ടിയിട്ട് ദുര്യോധനൻ വീണ്ടും ക്ഷണിച്ചത്. അപ്പൊ ആ ദുര്യോധനൻ ക്ഷണിച്ച് ചൂത് കളിക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് കുറച്ചു കാലം യുധിഷ്ഠിരനും സഹോദരന്മാരും പത്നി പാഞ്ചാലിയും വളരെ അന്തസ്സോടെ, വളരെ ആർഭാടത്തോടെ, വളരെ രാജകീയമായിട്ടുള്ള വിധത്തില് ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമാക്കിക്കൊണ്ട് താമസിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹസ്തിനപുരിയിലെ കുറച്ചു കാലം താമസിച്ച്
ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു രാജധാനി പണിയാൻ ഭഗവാൻ നല്ല പോലെ സഹായിച്ച് ഭഗവാൻ തന്നെയാണ് പണിത് കൊടുത്തതെന്ന് പറയാം. ആ കൊട്ടാരത്തിന്റെ മഹിമയൊക്കെ നമ്മൾ വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്. ദുര്യോധനൻ വെള്ളം ഇല്ല എന്ന് വിചാരിച്ച് നടന്നപ്പോ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് മുണ്ടൊക്കെ പൊക്കി പിടിച്ചു. അപ്പൊ എല്ലാവരും ചിരിച്ചു. വെള്ളം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വെള്ളം ഉള്ള സ്ഥലത്ത് വെള്ളം ഇല്ല എന്ന് വിചാരിച്ച് വേഗം നടന്നു, വീണു. അപ്പൊ എല്ലാവരും ചിരിച്ചു. ആ ചിരി പിന്നീട് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഹസ്തനപുരിയിലെ വീണ്ടും ചൂത് കളിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പുള്ള കാലമാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ അവരുടെ താമസവും അവിടുത്തെ രാജഭരണവും. അതിനും ഭഗവാൻ സഹായിച്ചു. സ്നിഗ്ധാം സ്നിഗ്ധ, വളരെ സ്നേഹശീലയാണ് ദേവി. സ്നിഗ്ധയാണ്, നല്ല മൃദുത്വമുള്ള സത്യഭാമ. മുഗ്ധാം, വളരെ ലജ്ജ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില് നവവധുവാണ്. അങ്ങനെയുള്ള സത്യഭാമയെ ലാളിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയായിരുന്നു. സ്നിഗ്ധാം മുഗ്ധാം സതതമപിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയ സഹ ഖലു തയാ യാജ്ഞസേനീ വിവാഹം. യാജ്ഞസേനിയുടെ വിവാഹത്തിന് വേണ്ടി അവിടെ പോയി. പാർത്ഥപ്രീത്യൈ പുനരപി മനാഗ് ആസ്ഥിതോ ഹസ്തിപൂജ്യാം. യുധിഷ്ഠിരാദികളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ചു കാലം അവിടെ ഹസ്തനപുരിയിൽ താമസിച്ചു. എന്നിട്ടോ പിന്നെ ശക്രപ്രസ്ഥം. ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ഇന്ദ്രപ്രസ്ഥത്തിന്റെ മറ്റൊരു പേരാണ് ശക്രപ്രസ്ഥം. പ്രസ്ഥത്തില് അതും ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ സഹായിച്ചിട്ട് സംവിധായാഗതോഹു, അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ട് പിന്നെ ദ്വാരകയിലേക്ക് ഭഗവാൻ മടങ്ങി വന്നു. പിന്നെ എന്തുണ്ടായി? ഭദ്രാം ഭദ്രാം ഭവതവരജാം കൗരവേണാർഘ്യമാനം ത്വദ്വാജാതാമഹൃത കുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹ. ഭഗവാന്റെ സഹോദരി സുഭദ്രാദേവി. സുഭദ്രാദേവിയെ വിവാഹം കഴിക്കണം എന്ന് ദുര്യോധനനുണ്ടായിരുന്നു. ദുര്യോധനന്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാമെന്ന് ബലരാമസ്വാമിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ദുര്യോധനൻ ബലരാമസ്വാമിയുടെ ശിഷ്യനാണ്, ഗദായുദ്ധത്തില് ശിഷ്യനാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്യമന്തകമണിയുടെ ആ വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി സ്യമന്തകമണി ഒരവസ്ഥയില് ബലരാമസ്വാമിക്ക് തോന്നി ഈ കൃഷ്ണനും കൂടി ശതധന്വാവിന്റെ മരണത്തിനും അത് കഴിഞ്ഞ അക്രൂരനും മറ്റും ഈ മണി എടുത്ത് അവിടുന്ന് പോയി, മണി കാണാതെയായി വീണ്ടും. ഇതൊക്കെ വന്ന സമയത്ത് ബലരാമസ്വാമിക്ക് പോലും കൃഷ്ണന്റെ കൈകൾ ശുദ്ധമാണോ എന്ന് ചെറിയൊരു സംശയം തോന്നിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം വേഗം മിഥിലയിലേക്ക് പോയി. മിഥിലാപുരിയിൽ ചെന്ന സമയത്ത് അവിടെ ദുര്യോധനൻ അവിടെ വന്ന് ബലരാമസ്വാമിയുടെ കയ്യിൽ നിന്ന് ഗദായുദ്ധം പഠിച്ചിരുന്നു. അതുകൊണ്ട് ബലരാമസ്വാമിക്ക് വാത്സല്യമുണ്ട് ദുര്യോധനനോട്. ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അതേസമയം ശ്രീകൃഷ്ണന്റെ ആഗ്രഹം തന്റെ സഹോദരിയെ തന്റെ ഏറ്റവും വലിയ സഖാവായ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു. അതിനുവേണ്ടി ശ്രീമദ് ഭാഗവതത്തിലും ഈ കഥ വളരെ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോ ദ്വാരകയിൽ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. പലയിടത്തു നിന്നും ആൾക്കാർ വരും. അങ്ങനെ അർജുനൻ അവിടെ, ഭഗവാന്റെ അറിവോടുകൂടി അർജുനൻ അവിടെ ഒരു സന്യാസിയുടെ വേഷത്തിൽ വരും. അവിടെ അപ്പൊ സന്യാസി വന്നാൽ സന്യാസിക്ക് വേണ്ട വിധത്തില് വളരെ ഒതുക്കത്തോടു കൂടിയിട്ടും വിനയത്തോടു കൂടിയിട്ടും എല്ലാം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലത്തൊക്കെ അന്തപുരത്തിലെ വിവാഹം കഴിയാത്ത സ്ത്രീകളെയാണ്, കന്യകമാരെയാണ് നിയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ അവരങ്ങനെ പോയി, അവർക്ക് വേറെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളൊന്നുമില്ല. ഈ പെൺകുട്ടികൾക്ക് നല്ല പോലെ ശ്രദ്ധിക്കാനും നല്ല പോലെ പൂജിക്കാനും പറ്റും. വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കാൻ സന്യാസിമാർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും. സന്യാസിമാരാണെങ്കിൽ വളരെ പ്രീതിയോട് കൂടിയിട്ട് അവസാനം നല്ലൊരു പതിയെ കിട്ടട്ടെ, നല്ല ഭർത്താവിനെ കിട്ടട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ച് പോവുകയും ചെയ്യും. നല്ല സന്തോഷമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ, നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ എന്നൊക്കെ അവര് അനുഗ്രഹിക്കും.
അപ്പൊ ഈ കന്യകമാർക്ക് അത് വളരെ ഗുണമായിട്ട് പിന്നീട് വരും. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെ അയക്കും. അതുപോലെ ശ്രീകൃഷ്ണന്റെ ആഭിമുഖ്യത്തില് ശ്രീകൃഷ്ണൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ദേവിയെയാണ് ശുശ്രൂഷിക്കാൻ വേണ്ടി അയച്ചത്. അപ്പൊ അർജുനനാണെങ്കിൽ സന്യാസിയുടെ വേഷം കപട സന്യാസിയാണ്. ഫാൾസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള സന്യാസിയല്ല, ശരിയായിട്ടുള്ള സന്യാസിയല്ല. അപ്പോ ആ സന്യാസി അങ്ങനെ അവിടെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുഭദ്രാദേവി പിന്നെ ഈ സന്യാസിയുടെ കൂടെ സ്ഥലം വിടുന്നു. അത് കണ്ട സമയത്ത് ബലരാമസ്വാമിക്ക് അത് ദേഷ്യവും വരും, സങ്കടവും വരും. ആ സമയത്ത് ഭഗവാനാണ് അനുനയ വാക്കുകൾ പറഞ്ഞിട്ട്, ജ്യേഷ്ഠ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? സുഭദ്രാദേവി തന്നെയാണ് തേര് തെളിച്ചു പോണതേ. അർജുനന്റെ തേര് തെളിക്കുന്നത് സുഭദ്രാദേവി. അപ്പം ഇഷ്ടത്തോടു കൂടിയാണ് പോണത്. കന്യകയുടെ ഇഷ്ടമില്ലാതെ പിടിച്ചുകൊണ്ടേതല്ല എന്നുള്ളത് വളരെ തെളിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇനി തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? അങ്ങനെ കൊണ്ടുവന്ന ഒരു കന്യകയെ വേറെ ആരെങ്കിലും വിവാഹം ചെയ്യൂ? ഇതൊക്കെ പറഞ്ഞ അനുനയ വാക്കുകളൊക്കെ പറഞ്ഞ് ബലരാമസ്വാമിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭദ്രാം ഭദ്രാം ഭവതവരജം കൗരവേണാർഘ്യമാനാം ത്വദ്വാചാതാമഹൃത കുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന ദാസാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമ സഹായ. നേരത്തെ ഇന്ദ്രപ്രസ്ഥത്തിലൊക്കെ താമസിച്ച് തിരിച്ചു ദ്വാരകയിൽ എത്തിയ ശേഷമാണ് ഈ കഥ നടക്കുന്നത്. കൗരവേണാർഘ്യമാനം, കൗരവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുര്യോധനന്റെ പ്രാർത്ഥന അനുസരിച്ചിട്ട് ആർക്കായിരുന്നു? ബലരാമസ്വാമിക്ക് ആർക്ക് കൊടുക്കണം എന്നായിരുന്നു? ദുര്യോധനന് കൊടുക്കണം ആയിരുന്നു. ദേവിയെ പറ്റി പറയാണ്, സുഭദ്ര എന്നാണ് പേര്. അത് ഭദ്രാം എന്ന് പറയുമ്പോൾ ഒന്ന് ദേവിയുടെ പേരെടുത്ത് പറയാണ്. ദേവിയെ ഭവതവരജം, ഭഗവാനെ അവിടുത്തെ ഭട്ടതിരി ആചാര്യൻ അങ്ങനെ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഭഗവാനെ അവിടുത്തെ അവരജ അനിയത്തി, അവിടുത്തെ അനിയത്തിയായിട്ടുള്ള ഭദ്ര പറഞ്ഞ മംഗളശീലയായിട്ടുള്ള ഭദ്രയെ എന്ന് പറഞ്ഞാൽ സുഭദ്രയെ, മംഗളശീലയായിട്ടുള്ള സുഭദ്രയെ, അതായത് അവിടുത്തെ അനുജത്തിയെ കൗരവേണാർഘ്യമാനാം. അങ്ങനെ ആരാണ് അപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ദുര്യോധനൻ ഇങ്ങനെ വധുവായിട്ട് കിട്ടുന്ന ആശിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയില് ത്വദ്വാചാതാം അഹൃത കുഹനാമസ്കരി ശക്രസൂനു. ശക്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രസൂനു എന്ന് പറഞ്ഞാൽ അർജുനൻ ഇന്ദ്രപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനൻ ആ ദേവിയെ അഹൃത കൊണ്ടുപോയി, അപഹരിച്ചു കൊണ്ടുപോയി അർജുനൻ ശക്രസൂനു. എങ്ങനെ ഉണ്ടായിരുന്ന ശക്രസൂനു? കുഹനാമസ്കരി, വളരെയധികം കാപട്യമുള്ള സന്യാസി. മസ്കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസി, അത് മസ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുളന്തണ്ടാണ്. സന്യാസിമാര് പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത്, സമ്പ്രദായത്തിലുള്ള സന്യാസിമാര് അവരുടെ ട്രഡീഷനോട് വളരെയധികം കൂറു പുലർത്തുന്ന സന്യാസിമാര് യാത്ര ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒരു മുളന്തണ്ട് ഉണ്ടായിരിക്കും. പലപ്പോഴും അതിന്റെ ചുറ്റും കാവി ചുറ്റിയിട്ടുണ്ടായിരിക്കും. കാവി ചുറ്റിയ ഒരു വടി, ഒരു മുളന്തണ്ടാണത്. അത് സന്യാസത്തിന്റെ ചിഹ്നമാണ്. അത് ധരിക്കുന്ന ആള് ആരാണോ അത് സന്യാസി. കുഹനാമസ്കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ള സന്യാസി. ഒരു ശക്രസൂനു കള്ള സന്യാസിയായി വന്നിട്ട് ദേവിയെ അപഹരിച്ചു. ത്വദ്വാച, സ്വന്തം ഒരു ചെയ്യരുതാത്തത് ചെയ്തു എന്നല്ല, ഭഗവാന്റെ വാക്കനുസരിച്ചിട്ട് തന്നെ, ഭഗവാൻ പറഞ്ഞിട്ട് തന്നെ. അങ്ങനെ ആ സമയത്തോ തത്ര ക്രുദ്ധം ബലം അനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം. ആ സമയത്ത് ബലരാമസ്വാമിക്ക് അതിൽ വളരെ ക്രോധം തോന്നി. ക്രുദ്ധനായ ബലരാമസ്വാമിയെ അനുനയ വാക്കുകൾ പറഞ്ഞിട്ട് നല്ല ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ച് ഈ
അർജുനൻ തന്നെയാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട വരൻ. അങ്ങനെ പോവുകയും ചെയ്തു. ഇനി യുദ്ധം ചെയ്ത് അർജുനനെ തോൽപ്പിച്ച് അനിയത്തിയെ വീണ്ടെടുക്കാനൊന്നും ശ്രമിക്കണ്ട എന്നുള്ളത് നല്ല പോലെ ഭഗവാൻ ബോധ്യം ചെയ്തു കൊടുത്തു. അങ്ങനെ ഭഗവാൻ വീണ്ടും ഇപ്പോ സുഭദ്രാദേവിയെ എവിടേക്കാണ് വിവാഹം ചെയ്തു കൊണ്ടുപോവുക? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അർജുനൻ. ഭഗവാനാണെങ്കിൽ അത് തന്റെ സഹോദരിയാണ്, അർജുനനാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട സഖാവാണ്. അപ്പൊ അവര് തിരിച്ചു പോകുമ്പോ ഭഗവാനും കൂടെ പോണം. അങ്ങനെ സത്യഭാമയും കൂട്ടി ഭഗവാൻ വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി എന്ന് പറയുന്നു. ഇപ്പൊ ഭഗവാന്റെ ഇപ്പം ഇതുവരെയും 3 പത്നിമാരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അടുത്തത് കാളിന്തി ദേവിയെ സ്വീകരിക്കുന്നതാണ്. കാളിന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമുന എന്നുള്ളതാണ് കാളിന്തി ദേവിയുടെ മറ്റൊരു പേര്. യമുന എന്ന് പറയുന്നത് യമന്റെ പുത്രിയാണ്. അപ്പോ സോറി, സൂര്യന്റെ പുത്രിയാണ്. സൂര്യന്റെ പുത്രനാണ് യമൻ, പുത്രിയാണ് യമുന. ഈ യമുന നദിക്ക് കാളിന്തി നദി എന്ന് പേര് വരാൻ കാരണം അതിന് വെള്ളം കറുത്ത നല്ല ഗംഗാ നദിയുടെ പോലെയല്ല, വെളുത്ത നിറമല്ല, കറുത്ത നിറാണെന്ന് പറയും. ഒരു പർവ്വതത്തിൽ നിന്ന് കുതിച്ചൊഴുകി എത്തുന്നതാണ് കളിന്ത പർവ്വതം. കളിന്ത പർവ്വതത്തിൽ നിന്ന് കുതിച്ച് ഒഴുകി എത്തുന്നത് കളിന്ത പർവ്വതത്തിന്റെ പുത്രിയാണ് എന്നുള്ള അർത്ഥത്തില് യമുന നദിയെ കാളിന്തി എന്ന് വിളിക്കാറുണ്ട്. അപ്പോ കാളിന്തി ദേവിയെ കണ്ടതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തത്ര ക്രീഡന്നപി ച യമുനാ കൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഖാണ്ഡവ പ്രീണിതാഗ്നി ഭ്രാതൃത്രസ്തം പ്രണയവിവശം ദേവ പൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാമവന്തി. ഈ ശ്ലോകത്തില് ഇനിയുള്ള 2 പത്നിമാരെ ഭഗവാൻ ഇങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളത് പറയുന്നു. ഭഗവാൻ ഇപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിലാണെന്ന് പറഞ്ഞു. ദ്വാരകയിലല്ല, ഇന്ദ്രപ്രസ്ഥത്തിലാണ്. ഇന്ദ്രപ്രസ്ഥത്തിന്റെയും ഹസ്തനാപുരിയുടെയും അടുത്തുകൂടിയാണ് യമുനാ നദി ഒഴുകുന്നത്. ആ യമുനാ നദിയുടെ തീരത്തിലേക്ക് ഭഗവാൻ ഒരിക്കലും വിഹരിക്കാൻ വേണ്ടി പോയി. കളിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയായിട്ട് മൃഗയാ വിനോദം, നായാട്ടിന് പോണത് ഒരു കളിയാണ്, ഒരു മൃഗയാ വിനോദം, ഒരു വിനോദത്തിന് വേണ്ടി പോവാണ്. പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിച്ച് രസിച്ച് നടക്കാൻ, അതിനൊക്കെ ആയിട്ട് ഭഗവാൻ ഒരു ദിവസം യമുനാ നദിയുടെ തീരത്തെത്തി. തത്ര ക്രീഡന്നപിച യമുനാകൂലദൃഷ്ടം. യമുനാ തീരത്ത് ആരെ കണ്ടു? കാളിന്തിയെ കണ്ടു. താം കാളിന്തിയും, ആ കാളിന്തിയെ ഗൃഹീത്വ കൂട്ടിക്കൊണ്ടുവന്നിട്ട്, ആ തന്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നഗരത്തിലേക്ക് പോയി. ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിട്ട് അവിടെ പോയി എല്ലാവരെയും, ഭാഗവതത്തിൽ കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭഗവാനും അർജുനനും പോയിരുന്നു. അർജുനൻ അവിടെ ഒരു കന്യകയെ കണ്ടപ്പോ, സാധാരണ ഇപ്പൊ എല്ലാ സ്ഥലത്തും കന്യകമാരൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അർജുനനെ വിവാഹം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പൊ അർജുനൻ ചോദിച്ച സമയത്ത് ഈ കന്യക പറഞ്ഞത് ഭഗവാനെ വിവാഹം ചെയ്യണം, കൃഷ്ണനെ പതിയായി കിട്ടണം എന്നുള്ളതാണ്. ഈ വിവരം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. എന്നിട്ട് അവരുടെ കൂടെ കാളിന്തി ദേവി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ വെച്ചിട്ട് തന്നെ ഖാണ്ഡവദാഹം നടക്കുകയാണ്. അതായത് ഖാണ്ഡവ വനം, അഗ്നിക്ക് എല്ലാ യാഗങ്ങളിലും മറ്റും എല്ലാം നിവേദിക്കുന്നത് അഗ്നിയിലേക്കാണല്ലോ. ഹവിസ് മുഴുവനും അർപ്പിക്കുന്നത് അഗ്നിയിലേക്കായിരിക്കും. ആ അഗ്നി ഹവിസ് സ്വീകരിച്ച് അവസാനം അഗ്നിക്ക് ഒരു വയറ് ദഹിക്കാത്ത ദഹനക്കേട് വന്നപ്പോ ദേവവൈദ്യൻ ഉപദേശിച്ചത് ഖാണ്ഡവ വനം കഴിക്കണം. അതിൽ നിറയെ ഔഷധങ്ങൾ ഉണ്ടായിരിക്കും. ഔഷധം ശക്തിയുള്ള മാംസമുള്ള ജന്തുക്കളുണ്ട്. അത് ആ ഖാണ്ഡവ വനം മുഴുവനും ഭക്ഷിക്കണം, എന്നാൽ സുഖക്കേട് മാറും എന്ന് പറഞ്ഞപ്പോ ഖാണ്ഡവ വനം ഭക്ഷിക്കുക എന്നുള്ളത് അഗ്നിയുടെ ആവശ്യമായിട്ട്. അങ്ങനെ
അഗ്നിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കൃഷ്ണന്റെയും അർജുനന്റെയും സഹായം തേടി. അങ്ങനെ അവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഖാണ്ഡവ വനം ദഹിപ്പിച്ചത്. അഗ്നി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ഇരയാക്കുക. അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് അർജുനനെയാണ് വിളിച്ചത്. ഭഗവാൻ അതിന് സഹായം കൊടുത്തു. അങ്ങനെ അഗ്നിയെയും പ്രീതിപ്പെടുത്തി അർജുനനെയും സന്തോഷിപ്പിച്ചു. എന്നിട്ട് പിന്നെയാണ് ഭഗവാൻ മിത്രവിന്ദ എന്ന് പറഞ്ഞ ഒരു രാജകുമാരിയെ സ്വീകരിക്കുന്നത്. അവന്തി എന്ന് പറഞ്ഞ രാജ്യത്തില്, നമ്മളുടെ കുചേലനൊക്കെ അവന്തി രാജ്യത്തിലാണ് കുചേലൻ എന്ന് നമ്മൾ പിന്നീട് കാണും. അവന്തി രാജ്യത്തിലെ രാജകുമാരിയായിട്ടുള്ള മിത്രവിന്ദയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാൻ മിത്രവിന്ദയുടെ സഹോദരന്മാർക്ക് ഒട്ടും തയ്യാറായിരുന്നില്ല. അവര് മിത്രൻ, രണ്ട് പേരുകളുണ്ട്, വിന്ദൻ, അനുവിന്ദൻ എന്ന് പറഞ്ഞ മിത്രവിന്ദ എന്ന് ഈ പെൺകുട്ടിയുടെ പേര്. ഒരു സഹോദരന്റെ പേര് വിന്ദൻ, മറ്റേ സഹോദരന്റെ പേര് അനുവിന്ദൻ. ഈ രണ്ട് സഹോദരന്മാർക്കും ദേവിയെ കൃഷ്ണന് കൊടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. രുക്മിണി ദേവിയുടെ സഹോദരന്മാര് കൃഷ്ണന് കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഭഗവാൻ അവരെയൊക്കെ തോൽപ്പിച്ച് ആ ദേവിയെ സ്വീകരിച്ചു. കാരണം എന്താ വെച്ചാല് മിത്രവിന്ദയ്ക്ക് ഭഗവാനെ തന്നെ മതി എന്നുണ്ടായിരുന്നു. പ്രണയ വിവശയായിരുന്നു. ഭഗവാൻ തന്നെ മതി, അതായിരുന്നു ദേവിയുടെ ആഗ്രഹം. പക്ഷെ സഹോദരന്മാരാൽ പേടിപ്പിക്കപ്പെട്ടവളായിരുന്നു. സഹോദരന്മാരെ ഓർത്തിട്ട് ത്രസ്തയായിരുന്നു, പേടിച്ച് വിറച്ചുകൊണ്ടായിരുന്നു. ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃശ്വസേയും. ഈ മിത്രവിന്ദയുടെ അമ്മ അത് ഭഗവാന്റെ അച്ഛന്റെ, വസുദേവരുടെ ഒരു സഹോദരിയും കൂടിയാണ്. അപ്പൊ ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയുടെ പുത്രിയെയാണ് വിവാഹം കഴിക്കുന്നത്. അക്കാലത്ത് അങ്ങനെ ആ ബന്ധം മുറപ്പെണ്ണ എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു. ദേവിക്ക് ഭഗവാനെ മതി, പക്ഷേ സഹോദരന്മാർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ചിട്ട് വിന്ദന്റെ, അനുവിന്ദന്റെ, അവരുടെ ദുഷ്ട കൂട്ടുകാരായിട്ടുള്ള രാജാക്കന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാൻ ദേവി എങ്ങനെയാണ് രുക്മിണി ദേവിയെ കൊണ്ടുവന്നത് അതുമാതിരി മിത്രവിന്ദയും കൊണ്ടുവന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തത്ര ക്രീഡന്നഭിജയമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമ ഖാണ്ഡവ പ്രീണിതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാം അവന്തി. സപതി പെട്ടെന്ന്, ജഹൃഷേ അപഹരിച്ചു. എവിടെ വെച്ചിട്ട്? രാജ്ഞാം മധ്യേ, വിന്ദനെയും അനുവിന്ദനെയും സഹായിക്കാൻ തയ്യാറുള്ള രാജാക്കന്മാരുടെ നടുവിൽ വെച്ചിട്ട് അവളെ അപഹരിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് വിവാഹം കഴിച്ചു. അപ്പൊ ഇപ്പൊ ഭഗവാൻ എത്ര പത്നിമാരായി? 5 പത്നിമാരായി. രുക്മിണി, ജാംബവതി, സത്യഭാമ, പിന്നെ കാളിന്തി, മിത്രവിന്ദ, 5 പേരായി. ഇനി അടുത്ത ശ്ലോകത്തില് ഭദ്ര എന്ന് പറഞ്ഞ സത്യഭദ്ര 2 പേരെ പറ്റിയാണ് പറയുന്നത്. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപിജ വൃഷഭരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരധതേ ദേവസന്ദർദനാദ്യ തൽ സോദര്യ വരദ ഭവത സാപി പൈതൃശ്വസേ. ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ 4 വരിയില് സത്യാദേവിയെ വിവാഹം ചെയ്തതിനെ പറ്റി പറയുന്നു. സത്യാദേവി നഗ്നജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന്റെ പുത്രിയാണ്. രാജകുമാരിയാണ്. കോസല രാജ്യത്തിലെ, നമ്മൾ കോസല രാജ്യത്തിനെ പറ്റി ത്രേതായുഗത്തിലെ കോസല രാജ്യത്തിലെ രാജകുമാരിയായിരുന്നു കൗസല്യാദേവി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോ യുഗം മാറി, ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലെ കഥയാണത്. ദ്വാപരയുഗത്തില് അവിടെ നഗ്നജിത്ത് എന്ന് പറഞ്ഞിട്ട് രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ പുത്രിയാണ് സത്യ. ആ സത്യയെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നഗ്നജിത്തിന് ഭഗവാന് കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല. പക്ഷെ മുമ്പേ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു. ഈ ദേവിയെ വിവാഹം കഴിക്കുന്ന ആള്
അവിടെ 7 കൂറ്റൻ കാളകൾ ഉണ്ടായിരുന്നു. വളരെ അധികം, തൊട്ടാൽ ദേഷ്യം പിടിക്കും, എന്തെങ്കിലും കണ്ടാൽ ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചാൽ അവരെന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഈ കാളകള് പിടിച്ചു കെട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, 7 കാളകളെ ഭഗവാൻ 7 രൂപത്തില്, നോക്കുമ്പോ 7 കൃഷ്ണന്മാരുണ്ടെന്ന് തോന്നും. ഒരേ അവസരത്തില് ഈ 7 കാളകളെ ഭഗവാൻ തന്നെ 7 കൃഷ്ണന്മാരായി തീർന്ന് പിടിച്ചുകെട്ടി. പിടിച്ചുകെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വീരന്മാരുടെ ഗന്ധം സഹിക്കാൻ വയ്യ, അങ്ങനെയാണ് ഭാഗവതത്തിലൊക്കെ പറയുന്നത്. വീരന്മാരായിട്ടുള്ള ധൈര്യശാലികളായിട്ടുള്ള പുരുഷന്മാർ അടുത്ത് വന്നാൽ വെറി കയറും. പിന്നെ എന്തൊക്കെയാണത് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ 7 കാളകളെ പിടിച്ചുകെട്ടി. സത്യം ഗത്വാ പുനരുദവഹോ, പിന്നെ വിവാഹം കഴിച്ചു ഭഗവാൻ. സാഹചര്യം എന്താണ്? നഗ്നജിന്നന്ദനാം താം സത്യാം. ആരായി സത്യ? നഗ്നജിത്തിന്റെ പുത്രി. ബദ്ധ്വാ, കെട്ടി. ആരെ? സപ്താപിച വൃഷവരാൻ, 7 കാളക്കൂറ്റന്മാരെ. സപ്തമൂർത്തിർ നിമേഷാത്, ഒരേ നിമിഷത്തില് 7 രൂപം സ്വീകരിച്ചിട്ട് അങ്ങനെ ദേവിയെ സ്വീകരിച്ചു. പിന്നെ അടുത്തത് ഭദ്രാം നാമ പ്രദതുരഥതേ ദേവസന്ദർദനാദ്യ തൽ സോദര്യ വരദ ഭവത സാബി പൈതൃശ്വസേയി. ഭദ്ര എന്ന് പറയുന്ന കന്യകയാണ് അടുത്ത് വിവാഹം ചെയ്തത്. ഈ ഭദ്രയെ മാത്രമാണ് തോന്നുന്നു വളരെ ഒരു ഇപ്പൊ സത്യയെ പോലും ഒരു മത്സരം ഉണ്ടായിരുന്നു. ലക്ഷണ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലക്ഷ്മണ എന്ന് പറയുന്ന വേറൊരു കന്യകയും മത്സരം ഉണ്ടായിരുന്നു. ഇവിടെ മത്സരം ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. സഹോദരന്മാർക്ക് ഭഗവാന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സന്ദർദനാദ്യന്മാരെന്നാണ് ആ സഹോദരന്മാരെ പറയുന്നത്. അവരെ പൊതുവെ പറയുന്ന പേരാണ്. അവര് കേകയ രാജ്യത്തിന്റെ, നേരത്തെ പറഞ്ഞ കൗസല്യയെ പറ്റി പറഞ്ഞതുപോലെ ത്രേതായുഗത്തില് കൈകേയി ദേവിയുടെ രാജ്യം കേകയ രാജ്യം, ആ രാജ്യത്തിലായിരുന്നു ഇപ്പോ ഈ ഭദ്രയുടെ സഹോദരന്മാര്. അവരെ സന്ദർദനാദ്യന്മാരെന്നാണ് പറയുക. അവർക്ക് അവരുടെ സോദരിയെ ഭഗവാന് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ആ സഹോദരന്മാരും ഭദ്രാദേവിയും അവരൊക്കെ തന്നെ ഭഗവാന്റെ മറ്റൊരു അച്ഛൻ പെങ്ങളുടെ കുട്ടികളായിരുന്നു. അപ്പൊ ഭദ്രയെ അതായത് അച്ഛൻ പെങ്ങളുടെ മകളെ യാതൊരു തരത്തിലുള്ള സങ്കീർണതകളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ യുദ്ധങ്ങളോ ഒന്നുമില്ലാതെ വളരെ സുഖമായിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ പറ്റി. അതിനെ പറ്റിയാണ് ഭദ്രാം നാമ പ്രദതുരഥ. പ്രദതു കൊടുത്തു. ആര്? സന്ദർദനാദ്യന്മാര്, ഭദ്രാദേവിയുടെ സഹോദരന്മാര്. ആർക്ക്? തേ, ഭഗവാന് കൊടുത്തു അവരുടെ സഹോദരിയെ. തൽ സോദര്യ. അങ്ങനെ ഹേ വരദ. മേൽപ്പത്തൂരിന് അത് പറയുമ്പോ ഒരു സന്തോഷാണ്. കാരണം ഇതിലൊരു തരത്തിലുള്ള ഭഗവാൻ ഒരു നാട്യവും ചെയ്യേണ്ടി വന്നില്ല, പിന്നെ വധുവിനെ അപഹരിച്ചു കൊണ്ടുവരേണ്ടി വന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള നടന്നിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. സന്തോഷത്തോട് കൂടിയിട്ട് പറയണ വരദ, അങ്ങനെയുള്ള വരം കൊടുക്കുന്നവനെ. അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ പെൺകുട്ടികൾക്കൊക്കെ ഭഗവാനെ പതിയായി കിട്ടിയാൽ മതിയെന്നുണ്ടായിരുന്നു. ഏതൊരു ഭക്തന്റെയും കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭക്തൻ ഭഗവാനെ വരിച്ചാൽ ഭഗവാൻ അങ്ങോട്ട് തീർച്ചയായിട്ടും ഭക്തനെ നെഞ്ചോട് ചേർത്ത് അണയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. വരദനാണ് ഭഗവാൻ, അതുകൊണ്ടാണ് ഇവിടെ വരദ എന്ന് വിളിക്കുന്നത്. ആ പെൺകുട്ടിയും അവിടുത്തെ പൈതൃശ്വസേയിയായിരുന്നു, അച്ഛന്റെ സഹോദരിയുടെ പുത്രിയായിരുന്നു. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നചിന്നന്ദനാം താം ബദ്ധ്വാസ്ഥ സപ്താവിച വൃഷവരൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദതുരഥതേ ദേവസന്ദർദനാദ്യ തൽ സോദര്യ വരദ ഭവത സാപി പൈതൃശ്വസേയി. ഇനി അടുത്തതില് ലക്ഷ്മണ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ നേരത്തെ 5 പേരെ പറ്റി പറഞ്ഞു, ഇവിടെ 2 പേര് 7 പേരായി. ഇനി ഒരാളെ കൂടി പറയാനുണ്ട്. അതാണ് അടുത്ത ശ്ലോകത്തില്. പാർത്ഥാദ്യേരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ഛിദ്വാ ശബരവവൃഥ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മധ്യേ ശുശ്രോധത്വം
സുരപതിഗിര ഭൗമധുശ്ചേഷ്ടിതാനി. മദ്രകന്യ, മദ്രാസ്, മദ്രകന്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മദ്രാസ്. ആ ദേശത്തെ രാജാവിന്റെ, മദ്ര രാജാവിന്റെ കന്യക, രാജപുത്രി, രാജകുമാരിയാണ് ലക്ഷ്മണ. ലക്ഷ്മണ എന്നും കാണാം, പല സ്ഥലത്തും ലക്ഷണ എന്നും കാണാം, രണ്ടും ശരി തന്നെ. അപ്പൊ മദ്രകന്യയായിട്ടുള്ള ലക്ഷ്മണയെ വിവാഹം ചെയ്തതാണ് പറയുന്നത്. അതില് തോയമാത്രാഭിലക്ഷ്യം രണ്ടാമത്തെ വരിയിൽ പറയുന്നു, നേരിട്ട് നോക്കാൻ പാടില്ല. മുകളിൽ ഒരു മത്സ്യത്തെ വെച്ചിട്ടുണ്ട്. ആ മത്സ്യം കറങ്ങിക്കൊണ്ടിരിക്കണമുണ്ട്. അത് നിഴല് താഴത്ത്, വെള്ളത്തില് താഴത്ത് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കാതെ ലക്ഷ്യം പിടിക്കണം. ഇതാണ്. അങ്ങനെ ചെയ്തിട്ട് ആ ലക്ഷ്യം വേദിക്കുന്ന ആള് ആ മത്സ്യത്തിന്റെ മുകളിൽ ശരം കൊള്ളിക്കണം. അങ്ങനത്തെ ആൾക്ക് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നിബന്ധന, കണ്ടീഷൻ. തോയ മാത്രാഭിലക്ഷ്യം, ലക്ഷ്യം, അങ്ങനെയുള്ള ലക്ഷ്യം, അങ്ങനെയുള്ള ലാക്ക് ഭേദിച്ചിട്ട്, ലക്ഷ്യം ഭേദിച്ചിട്ട് ശബരം അവൃഥ. ശബരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യം, അവിടെ മത്സ്യമാണ് വെച്ചിരുന്നത്. ആ മത്സ്യത്തെ അപ്പൊ വെള്ളത്തില് നോക്കി, വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണുന്ന മത്സ്യത്തിന്റെ നേർക്ക് മുകളിലേക്ക് കൈ മാത്രം ഉയർത്തി ഉന്നം വെച്ചിട്ട് വേണം ആ മത്സ്യത്തെ ഛേദിക്കാൻ. അത് ചെയ്തു. എന്നിട്ട് മദ്രകന്യയെ സ്വീകരിച്ചു. അപ്പൊ അതിലവിടെ ഒരു ഒന്നാമത്തെ വരിയിൽ ഒരു പ്രത്യേക കാര്യം എടുത്ത് പറയുന്നുണ്ട്. പാർത്ഥാദ്യേരപ്യ അകൃതലവനം. പാർത്ഥന്മാരെ, പ്രത്യേകിച്ചും അർജുനൻ, അർജുനനെ പോലുള്ള ഒരാള് കൂടി അങ്ങനെ ലക്ഷ്യം വേദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അകൃതലവനം, അതിന് പറ്റിയില്ല, അകൃതമായി തീർന്നു, സാധിച്ചില്ല. അതെടുത്തു പറയണത് എന്താ വെച്ചാൽ, ഭഗവാൻ എത്ര വലിയ ഒരു അമ്പെയ്യാനും സമർത്ഥനാണ്, കാളകളെ പിടിച്ചു കെട്ടാനും സമർത്ഥനാണ്. എത്ര വലിയൊരു ഹീറോ ആയിരുന്നു ഭഗവാൻ പറയാനാണ്. പാർത്ഥൻ പോലും തോറ്റുപോയ ഈ കാര്യം എന്ന് പറയുന്നത്. പാർത്ഥാദ്യേരപ്യ അകൃതലവനം, പാർത്ഥന് പോലും ആ ലക്ഷ്യം ഭേദിക്കാൻ പറ്റിയില്ല. അതാണ് ഭഗവാൻ ഭേദിച്ചത്. എന്നിട്ടോ അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്. അങ്ങനെ 8 പേര് ഭഗവാന്റെ വല്ലഭമാരായി തീർന്നു, പത്നിമാരായി തീർന്നു. തത്ര മധ്യേ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയില് ശുശ്രോധത്വം സുരപതിഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞിട്ട് ഭഗവാൻ ചില കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു. അതെന്താണെന്ന് വെച്ചാല് ഭൗമൻ, ഭൗമൻ എന്ന് പറഞ്ഞ നരകാസുരൻ. എന്തുകൊണ്ടാണ് ഭൗമൻ എന്ന് പറയുന്നത്? ഭൂമിദേവിയുടെ കൂടി പുത്രനാണ്. ഭൂമിദേവിക്ക് എങ്ങനെയാണ് ഈ പുത്രൻ ഉണ്ടായത്? പണ്ട് ഭൂമിദേവി താഴത്തേക്ക് രസാതലത്തിലേക്ക് താണ്ടു പോണ സമയത്ത് ഭഗവാനാണ് ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ച് വെള്ളത്തിന്റെ അടിയിലേക്ക് ഊളിയിട്ട് ഇറങ്ങി തന്റെ മൂക്കുകൊണ്ട്, പന്നികൾക്ക് പെട്ടെന്ന് ഗന്ധം ഗ്രഹിക്കാൻ കഴിയും, തന്റെ മൂക്കുകൊണ്ട് ഭൂമിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ട് ഓരോ എലിമെന്റ്സിനും ഓരോരോ പ്രത്യേക കാര്യമുണ്ട്. അതാണ് ഇപ്പോ വായുവിനാണെങ്കിൽ ചലനം, അതേപോലെ വെള്ളത്തിനാണെങ്കിൽ ഒഴുക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇതില് ഗന്ധം വമിപ്പിക്കുന്നതാണ് ഭൂമി. അപ്പൊ ഭൂമി ദേവി എവിടെയാണ് എന്നുള്ളത് മൂക്കുകൊണ്ട് ഘ്രാണിച്ച് കണ്ടുപിടിച്ച് തന്റെ തേറ്റയുടെ മുകളിൽ ആ ദേവിയെ വെച്ചിട്ട് ഭഗവാൻ മുകളിലേക്ക് ഉയർന്നു വരുമ്പോ ഭഗവാനുമായിട്ടുള്ള സ്പർശത്തില് ഭൂമി ദേവിക്ക് ഒരു പുത്രൻ ജനിക്കും. അതാണ് നരകാസുരൻ. ആ നരകാസുരനെയാണ് ഭൗമൻ എന്ന് പറയുന്നത്, ഭൂമി ദേവിയുടെ പുത്രൻ. ഭൂമി ദേവിയുടെ പുത്രനാണെങ്കിലും അസുര സ്വഭാവമായിരുന്നു, അസുരനായിരുന്നു, അസുര ജന്മമായിരുന്നു. ആ അസുരന്റെ ചേഷ്ടകളെ പറ്റിയിട്ട്, ദുഷ്ടത നിറഞ്ഞ, ക്രൂരത നിറഞ്ഞ കാര്യങ്ങളെ പറ്റി സുരപതിഗിര, ഇന്ദ്രൻ പറഞ്ഞിട്ട്, ഇന്ദ്രന്റെ വാക്കിൽ നിന്ന് ശുശ്രോധ ഭഗവാൻ കേട്ടു. അപ്പൊ ഇനി എന്താ വേണ്ടത്? 8 പത്നിമാരായി. ഇനി ഇപ്പൊ തൽക്കാലം ആദ്യം ചെയ്യേണ്ടത് ആ ദുഷ്ടനായിട്ടുള്ള നരകാസുരനെ നിലയ്ക്ക് നിർത്തണം. അതിന് വേണ്ടതൊക്കെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഇന്ദ്രന്റെ തന്നെ അമ്മയായിട്ടുള്ള അതിഥി ദേവിയുടെ കുണ്ടലങ്ങള് കട്ടുകൊണ്ടായിരുന്നു. അതേപോലെ സ്വർഗത്തിലത്തെ ഒരു വലിയ വെൺകൊറ്റക്കുട, പലതും നല്ലത് എവിടെ കണ്ടാലും അത് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെക്കും. റാവ് ജ്യോതിഷപുരം എന്നാണ് കൊട്ടാരത്തിന്റെ പേര്. അവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട്
അതിഥി ദേവിയുടെ കുണ്ടലങ്ങള്, സ്വർഗത്തിലെ വെൺകൊറ്റക്കുട, ഇങ്ങനെ പലതും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വർത്തമാനങ്ങളൊക്കെ അപ്പൊ സുരപതിയായിട്ടുള്ള ഇന്ദ്രന് വളരെ സങ്കടം തോന്നി. സ്വർഗത്തിലിരിക്കേണ്ട പലതും ഇപ്പോ നരകാസുരന്റെ കൊട്ടാരത്തിലാണ്. അതാണ് ഭഗവാനോട് അതിനെപ്പറ്റി ചെന്നിട്ട് വിവരം അറിയിച്ചത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ എത്തണം, നരകാസുരന്റെ കൊട്ടാരത്തിലെത്തണം. അതിനു വേണ്ടിയിട്ട് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്മൃതായാതം പക്ഷിപ്രവരം അധിരൂഢസ്ത്വമഗമോ വഹന്നങ്കേ ഭാമാമുപവനമിവാരാതിഭവനം വിബിന്ദൻ ദുർഗാണി ത്രുടിതപൃതനാ ശോണിതരസൈ പുരം താവൽ പ്രാഗ്ജ്യോതിഷം അകുരുധാ ശോണിതപുരം. സ്മൃതായാതം, പെട്ടെന്ന് ഓർമ്മിച്ചു. ആരെ? ഗരുഡനെ. ഗരുഡന്റെ വാഹനത്തെ പറ്റി ഭഗവാൻ ആലോചിച്ചപ്പോഴേക്ക് പക്ഷിപ്രവരനായിട്ടുള്ള, പക്ഷി ശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ അവിടെ എത്തി. എന്നിട്ട് ഭഗവാൻ അതിലേക്ക് ആ ഗരുഡന്റെ മുകളിലേക്ക് കയറി ആരോഹണം ചെയ്തു. സ്മൃതായാതം പക്ഷിപ്രവരമതിരൂഢസ്ത്വമഗമോ. എവിടത്തേക്കാണ് പോയത്? ഈ പ്രാഗ്ജ്യോതിഷപുരത്തേക്ക്, തന്റെ ശത്രുവിന്റെ ഭവനത്തിലേക്കാണ് പോയത്. വഹന്നങ്കേ ഭാമാം, പോണ സമയത്തും ഗരുഡന്റെ മുകളിൽ കയറിയപ്പോഴും ഭഗവാന്റെ മടിയില് സത്യഭാമാദേവിയെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണവും പ്രത്യേകിച്ചും പറയുന്നുണ്ട്. കാരണം നരകാസുരൻ ഒരു വരം വാങ്ങിയിരുന്നു, തന്റെ അമ്മയുടെ കൈകൊണ്ടല്ലാതെ താൻ മരിക്കില്ല എന്ന്. തന്നെ കൊല്ലാൻ തന്റെ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വരാണ്. എന്തായാലും അത് കിട്ടിയിരുന്നു. ഭാമാദേവി എന്ന് പറയുന്നത് ഭൂമിദേവിയുടെ തന്നെ അവതാരം അംശമാണ് എന്നാണ് പറയുക, സത്യഭാമ. അപ്പോ ഇനി ഭഗവാന് ഈ നരകാസുരനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ദേവിയുടെ സഹായം വേണം. കൂട്ടത്തില് ദേവിയും കൂടി ഒന്ന് ശസ്ത്രം അയക്കണം, അമ്പയക്കണം. ദേവിയെ മടിയിൽ വെച്ചിട്ട് ആരാധിഭവനം, അതായത് ശത്രുവിന്റെ ഭവനത്തിലേക്ക് പോയി, നരകാസുരന്റെ പ്രാഗ്ജ്യോതിഷപുരത്തേക്ക് പോയി. വിഭിന്ദൻ ദുർഗാണി, അവിടെ അദ്ദേഹം തന്റെ കോട്ട വളരെ ആരും ഭേദിക്കരുത് എന്നുള്ള നിലയിൽ അവിടെ വെളിച്ചം കൊണ്ടൊരു കോട്ടയുണ്ട്, വായു കൊണ്ടൊരു കോട്ടയുണ്ട്, ജലം കൊണ്ടൊരു കോട്ടയുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും കോട്ടകൾ പണിതിട്ട് അതില് മുരൻ എന്ന് പറഞ്ഞിട്ട് 5 തലയുള്ള വലിയ ഒരു സിംഹം എന്ന് പറയണോ സർപ്പം എന്ന് പറയണോ അതുപോലെയുള്ള ഒരു രാക്ഷസൻ ആണ് മുരൻ. മുരൻ ഈ കിടങ്ങിൽ അങ്ങനെ ചുറ്റി ഈ കോട്ട പിന്നെ നരകാസുരന്റെ കൊട്ടാരം നിൽക്കുന്നതിന്റെ ചുറ്റുമുള്ള കിടങ്ങില് ആരെയും വരാൻ സമ്മതിക്കാതെ അതിവേഗത്തില് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസുരനാണ് മുരൻ. അങ്ങനെയുള്ള വിഭിന്ദൻ ദുർഗാണി ത്രുടിത പൃതനാശോണിതരസൈ, അങ്ങനെയുള്ള ദുർഗങ്ങള് കോട്ടകളൊക്കെ പൊളിച്ചിട്ട് നരകാസുരന്റെ സൈന്യത്തെ അരിഞ്ഞു വീഴ്ത്തി ആ ചോര കൊണ്ട് ആ കിടങ്ങൊക്കെ നിറഞ്ഞു. അങ്ങനെ ഈ പ്രാഗ്ജ്യോതിഷപുരം ഒരു ശോണിതപുരമായി മാറി. ശോണിതപുരം എന്നുള്ളത് വാസ്തവത്തില് ഇനി ബാണന്റെ കഥ വരും ഭാഗവതത്തില്, ഇതിലും വരും. ബാണന്റെ കൊട്ടാരം നിൽക്കുന്ന സ്ഥലമാണ് ശോണിതപുരം. ബാണന്റെ തലസ്ഥാനാണ് ശോണിതപുരം. ഇവിടെ മേൽപ്പത്തൂർ ആചാര്യൻ തമാശയായിട്ട് പറയാണ്, പ്രാഗ്ജ്യോതിഷ പരത്തെ ശോണിതപുരമാക്കി. ശോണിതം എന്നുള്ളതിന് ചുവന്നത്, രക്തം കൊണ്ട് കലങ്ങിയത് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ ശോണിതപുരമാക്കി എന്ന് പറയുമ്പോൾ ശത്രു സൈന്യത്തിനെ അരിഞ്ഞു വീഴ്ത്തിയിട്ട് ഭഗവാൻ അവരുടെ രക്തം കൊണ്ടാ കിടങ്ങും ആ സ്ഥലം മുഴുവനും രക്തം പരന്നൊഴുകാൻ തുടങ്ങി. അങ്ങനെ പ്രാഗ്ജ്യോതിഷപുരം ശോണിതപുരമായി. അങ്ങനെ ശോണിതപുരം എന്നുള്ളത് ശരിക്കും ബാണന്റെ കൊട്ടാരാണ്. ഇതിനെ ശോണിതപുരമാക്കി എന്നുള്ളതൊന്ന് തമാശയായിട്ട് പറയണം. അത്രയ്ക്കധികം സൈന്യങ്ങളെ വെട്ടി അരിഞ്ഞ് കളഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് കഴിഞ്ഞ് മുരസ്ത്വം, ആദ്യം ഈ കോട്ടകളെ മുറിച്ചിട്ട് ഛേദിച്ചിട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അസുരൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മുരാസുരനെ തോൽപ്പിക്കണം. മുരസ്ത്വം പഞ്ചാസ്യോ ജലധിവനമധ്യാദുദപതത് സചക്രേണ പ്രദലിത ശിരാമംക്ഷുപവത ചതുർദന്തൈർദന്താവളപതിഭിരിന്ധാന സമരം രഥാംഗേന ഛിത്വാ
നരകമകരോസ്തീർണ നരകം. ആ മുരൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ കിടങ്ങില് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ചുറ്റും സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ആ ജലധി വനത്തിൽ നിന്ന്, കിടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മാതിരി ഒരു ചെറിയൊരു വാട്ടർവേ ഒന്നുമല്ല, വളരെയധികം വിസ്താരമുള്ള വെള്ളമാണ്, ജലരാശിയാണ്. ആ ജലരാശിയിൽ നിന്ന് കാട് പോലെയാണ് ജലധി വനം. കാട് പോലെയുള്ള ആ ജലരാശിയിൽ നിന്ന് ഭഗവാനെ കണ്ട സമയത്ത് അതിന്റെ നടുക്ക് നിന്ന് പെട്ടെന്ന് ചാടി വീണു മുരൻ. അങ്ങനെയല്ല, ആ മുരനെ ഭഗവാൻ ചക്രം കൊണ്ട് കഴുത്തറുത്തു കൊന്നു. സചക്രേ ചക്രേണപ്പ പ്രദലിത ശിര, കഴുത്തറുത്തു. മക്ഷു ഭവത, അവിടുന്നാൽ ആ പെട്ടെന്ന് ഈ അസുരന്റെ കഴുത്ത് ചക്രം കൊണ്ട് ഛേദിച്ചതാക്കി തീർത്തു. ചതുർദന്തേർദന്താവളപതിഭിരിന്ധാന സമരം. ആ സമയത്താണ് നരകാസുരൻ വരുന്നത്. നരകാസുരന്റെ കയ്യിലാണെങ്കിൽ 4 കൊമ്പൻ ആനകളുണ്ട്. കുറച്ച് 4 കൊമ്പൻ ആനകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രന്റെ ഐരാവതത്തെയും കൂടി അവിടെ കൊണ്ടുവന്ന് വെച്ചത്, കട്ടെടുത്ത് കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ കട്ടെടുത്തിട്ടും അവിടുന്ന് ഒക്കെ സമ്പാദിച്ചിട്ടതായിട്ട് കുറെ 4 കൊമ്പൻ ആനകളുണ്ട്. ആ 4 കൊമ്പൻ ആനകളെ കൂട്ടി, ഗജശ്രേഷ്ഠന്മാരെ കൂട്ടിയിട്ട് ദന്താവളപതി ശ്രേഷ്ഠരായിട്ടുള്ള ആനത്തലവന്മാരെ കൂട്ടി അദ്ദേഹം വന്നു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ധാന സമരം. എന്നിട്ടോ രഥാംഗേന ചിത്വ, നേരത്തെ ചക്രം കൊണ്ട് ഛേദിച്ചു എന്ന് പറഞ്ഞു മുരാസുരനെ. ചക്രം തന്നെയാണ് രഥാംഗം. രഥാംഗം എന്ന് പറഞ്ഞാൽ ഒരു രഥത്തിന്റെ അംഗമാണ് ചക്രം. അതുകൊണ്ട് ഭഗവാന്റെ കയ്യിലുള്ള ചക്രത്തിന് രഥാംഗം എന്ന് മറ്റൊരു പേരുണ്ട്. രഥാംഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ ചക്രം കൊണ്ട് നരകനെയും ചിത്വ, മുറിച്ചിട്ടു. എന്നിട്ടോ നരകനെ തീർണ നരകമാക്കി തീർത്തു. നരകൻ എന്നുള്ള പേരിന്റെ മുകളില് ഒരു പൺ ചെയ്യാണ് ഭട്ടതിരി ആചാര്യൻ. തീർണ നരകം, നരകനെ തീർണ നരകമാക്കി തീർത്തു എന്ന് പറഞ്ഞാല്, സാധാരണ നിലയിൽ നരകാസുരൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിലേക്ക് പോണ്ടി വരും. ആ നരകത്തിൽ നിന്നും അപ്പുറത്തേക്ക് ആക്കി കൊടുത്തു. അതിനെ അതിനെ തരിച്ച് അങ്ങേപ്പുറത്തേക്ക് കടക്കാൻ സഹായിച്ചു. എങ്ങനെ? ഭഗവാന്റെ കൈകൊണ്ട് ഭരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ജനനമില്ല, മരണമില്ല, മോക്ഷമാണ്. തീർണ നരകനാക്കി കൊടുത്തു. നരകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടത്തി കൊടുത്തു. ആരെ? നരകാസുരനെ എന്ന് പറയണം. അടുത്ത ശ്ലോകം. സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രചികൈധനാഗാൻ നിജപുരീം ഖലേനാബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിം ച വിപുലം. അങ്ങനെ നരകാസുരൻ മരിച്ച സമയത്ത് ഭൂമിദേവി അവിടെ വന്നിട്ട്, നരകാസുരൻ ഭൂമിദേവിയുടെ പുത്രനാണ്. ഭഗവാൻ ഇപ്പോ സത്യഭാമയുടെ സഹായത്തോടുകൂടി ഹനിച്ചു. സത്യഭാമ എന്ന് പറയുന്നത് തന്നെ ഭൂമിദേവിയുടെ ഒരു അംശമാണ്. ഭൂമിദേവി അവിടെ വെച്ചിട്ട് നന്നായിട്ട് ഭഗവാനെ വളരെ ഭംഗിയായിട്ട് സ്തുതിച്ചു. എന്നിട്ട് പറയും, തന്റെ മകൻ ഭഗദത്തനെ ഭഗവാൻ കാത്തുരക്ഷിക്കണം. അതായത് നരകാസുരന്റെ പുത്രൻ ഭഗദത്തനെ, തന്റെ പുത്രന്റെ പുത്രൻ, പേരക്കുട്ടിയായിട്ടുള്ള ഭഗദത്തനെ നല്ലപോലെ ഭഗവാൻ തന്നെ കാത്തുരക്ഷിക്കണം എന്ന് പറയും. ഭഗവാൻ ഭഗദത്തനെ തന്നെ അവിടെ പ്രാഗ് ജ്യോതിഷപുരത്തിന്റെ രാജാവാക്കി വാഴിക്കും. എന്നിട്ട് 4 കൊമ്പൻ ആനകളിൽ ഒന്ന് ഭഗദത്തന് കൊടുക്കും. പിന്നീട് ഭഗദത്തൻ മഹാഭാരത യുദ്ധത്തിൽ ഭഗവാന്റെ എതിരായിട്ട്, അർജുനന്റെ എതിരായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. അവിടെ ഈ 4 കൊമ്പൻ ആനയും ഭഗവാൻ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള 4 കൊമ്പൻ ആനയും കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നീട് മഹാഭാരത കഥയിൽ കാണുന്നതാണ്. അങ്ങനെ കൊടുത്തിട്ട് ബാക്കി കുറെ ഉള്ള നാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗം എന്ന് പറഞ്ഞാൽ സർപ്പം എന്നുള്ള അർത്ഥമുണ്ട്, ആന എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ആന എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ള 4 കൊമ്പൻ ആനകളെയൊക്കെ ദ്വാരകയിലേക്ക്, തന്റെ പുരിയിലേക്ക് കൊണ്ടുപോയി. ഖലേനാബദ്ധാനാം സ്വഗത മനസാം ഷോഡശ പുന സഹസ്രാണി സ്ത്രീണാം. ഈ ഖലനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള, ദുഷ്ടനായിട്ടുള്ള ഇദ്ദേഹം നരകാസുരൻ ആ കുറെ പെൺകുട്ടികളെ, എത്ര സഹസ്രാണി, ആയിരക്കണക്കിന് പെൺകുട്ടികൾ, ഷോഡശ സഹസ്രാണി 16,000 പെൺകുട്ടികളെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്, തടവിൽ വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികളൊക്കെ സ്വഗത മനസാം, ഭഗവാൻ വിചാരിക്കുകയാണ് അവർക്കൊക്കെ എന്നിലേക്ക് എത്താനാണ് ആഗ്രഹം.
എന്നിൽ മനസ്സ് വെച്ചിട്ടുള്ള ആ പെൺകുട്ടികളെ ഭഗവാൻ അവിടുന്ന് മോചിപ്പിക്കും. എന്നിട്ട് അവരെ ദ്വാരകയിലേക്ക് കൊണ്ടുവരും. അവിടെയുള്ള നരകാസുരൻ എല്ലായിടത്തുനിന്നും അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ധാരാളം ധനരാശിയുണ്ട്. അത് ഭഗവാൻ അവിടുന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ദ്വാരകയ്ക്ക് കൊടുക്കും. പലതും തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതിനൊക്കെ വേണ്ടി അവിടുന്ന് അത് എടുത്തു കൊണ്ടുവന്നിട്ട് ദ്വാരകയിലേക്ക് കൊണ്ടുപോകും. സ്തുതോ ഭൂമ്യാ രാജം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചൈകം ദത്വാ പ്രചികൈധ നാഗാൻ നിജപുരീം ഖലേനാബദ്ധാനം സ്വഗതമനസാം ഷോഡശ പുന സഹസ്രാണി സ്ത്രീണാം അഭിചതനരാശിം ച വിപുലം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എടുത്തു കൊണ്ടുവന്നതില് അതിഥി ദേവിയുടെ കുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു, കാതിലിടുന്നത് ഉണ്ടായിരുന്നു. അത് തിരിച്ചൊക്കെ കൊടുക്കണ്ടേ? അതിനെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭൗമാപഹൃത കുണ്ടലം തദതിഥേർദാതും പ്രയാതോ ദിവം ചക്രാദ്യേർമഹിത സമം ദയിതയാ ദ്യുസ്ത്രീഷു ദത്തക്രിയ കൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ചിത്വേന്ദ്രമഭ്യാഗമസ്തത്തു ശ്രീമദദോഷ ഈദൃശ ഇതി വ്യാഖ്യാതുമേവാകൃതാം. ഭൗമൻ, അതായത് നരകാസുരൻ അപഹരിച്ചു കൊണ്ടുവന്ന കുണ്ടലങ്ങള്, അതിഥി ദേവിയുടെ കുണ്ടലങ്ങള്, അതും എടുത്തിട്ട് ഭഗവാൻ ദിവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രയാതോ, അവിടേക്ക് പോവാണ്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിഥേർ ധാതു, അതിഥിയുടെയാണത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ശക്രാദ്യേർ മഹിത സമം. അപ്പോ ശക്രാദികളൊക്കെ ഭഗവാൻ, ഇന്ദ്രാദികളൊക്കെ ഭഗവാനെ സ്വീകരിച്ചു, സന്തോഷമായിട്ട് സ്വീകരിച്ചു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ടായി. ഇന്ദ്രന്റെ അരമനയിലെ അപ്സര സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, സ്വർഗസ്ത്രീകൾ, നാരിമാര്, ദ്യു സ്ത്രീഷു, ദ്യു എന്ന് പറഞ്ഞാല് സ്വർഗം, അവിടുത്തെ സ്ത്രീഷു, അവിടുത്തെ സ്ത്രീകളിലൊക്കെ ഭഗവാന്റെ പത്നിയായിട്ടുള്ള സത്യഭാമ ലജ്ജ നിറച്ചു കൊടുത്തു. അവരെക്കാട്ടിലൊക്കെ സുന്ദരിയായിരുന്നു സത്യഭാമ. അവരുടെയൊക്കെ ഉള്ളില് സത്യഭാമയെ കണ്ടിട്ട് അസൂയ തോന്നി, ലജ്ജ തോന്നി. എന്നിട്ട് പിന്നെ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെ വരിക, ഇത് കൊടുത്തിട്ട്. ആ സമയത്ത് അവിടെ ഒരു പാരിജാത വൃക്ഷം കണ്ടു. അതിന്റെ ഒരു കൊമ്പ് വേണമെന്ന് ദേവിക്ക് ആഗ്രഹം തോന്നി. അത് അവിടുന്ന് സത്യഭാമയ്ക്ക്, അത് ഭഗവാൻ അത് ഒടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇന്ദ്രന് ദേഷ്യം വന്നു. ഇപ്പൊ തന്റെ അമ്മയ്ക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, ആ വിശേഷപ്പെട്ട കുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വന്നത്. ഭഗവാന്റെ ഒരു കരുണ കൊണ്ടാണ് തങ്ങളൊക്കെ ഇത്ര ഐശ്വര്യത്തിൽ ജീവിക്കുന്നത്. ആ നരകാസുരനെ ഇല്ലാതാക്കാനും ഭഗവാന്റെ തന്നെ സഹായം വേണ്ടി വന്നു. ഇത്രയൊക്കെ ആണെങ്കിലും ഈ കൊമ്പ് പൊട്ടിച്ച സമയത്ത്, പാരിജാതം എടുത്ത സമയത്ത് അപഹരിച്ചു കൊണ്ടുപോവല്ലേ കൃഷ്ണൻ ഭൂമിയിലേക്ക്. അങ്ങനെ ഈ സ്വർഗത്തിലുള്ള ഈ ഇത്രയും വലിയൊരു സമ്പത്ത് ഭൂമിയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കൃഷ്ണൻ എത്ര നികൃഷ്ടമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ദേഷ്യം വന്നു, രുഷാഭിപദം, ചാടി വീണു. അപ്പൊ ഭഗവാൻ തോൽപ്പിച്ചു. ജിത്വേന്ദ്രം അഭ്യാഗമ, ഇന്ദ്രനെ തോൽപ്പിച്ചു. എന്നിട്ട് ഇതാണ് ഇവിടെ കാണിച്ചു തരാണ്, ഭഗവാൻ തന്നെ ഒരു കാര്യം കാണിച്ചു തരാണ്. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും വലിയ ഐശ്വര്യം വന്നു ചേർന്നാല്, ശ്രീ വന്നാൽ ശ്രീ മതം വരും. അതിന്റെ പേരില് അത് വളരെ കൂടുതലായിട്ടുള്ള അഹങ്കാരം വരും. ആ അഹങ്കാരം വന്നാൽ ഇങ്ങനെയാണ് തോൽപ്പിക്കപ്പെടുന്നുള്ളത് ഈ ദൃശ ഇതി വ്യാഖ്യാതുമേവാകൃത. ഇതൊന്ന് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. അടുത്ത ശ്ലോകം. കൽപത്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദ്വേഷ്ട സാഹസ്രയോഷ സ്വീകൃത്യ പ്രത്യാകാരം വിഹിത ബഹുവപുർ ലാളയൻ കേളിവേദൈ ആശ്ചര്യൻ നാരദാലോകിത വിവിധ ഗതിസ്തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശ ദശതനയൻ ഭാഗ്യവാതാലേശ. ആ കൽപ്പദ്രുമം, പാരിജാത വൃക്ഷം കൊണ്ടുവന്നിട്ട് സത്യഭാമയുടെ ഭവനത്തിന്റെ മുമ്പിൽ തന്നെയാണ് അതിനെ നട്ടു വളർത്തിയത്. സത്യഭാമാ ഭവനഭുവി സൃജൻ ദ്വേഷ്ട സാഹസ്രയോഷ സ്വീകൃത്യ. എന്നിട്ട് ഭഗവാൻ ഈ 16,000 പെൺകുട്ടികളെ സ്വീകരിച്ചു, പത്നിമാരായിട്ട് സ്വീകരിച്ചു. പ്രത്യാകാരം വിഹിത ബഹുവപുർ ലാളയൻ കേളിഭേദേ. അവർക്ക് എല്ലാവർക്കും വീടുകൾ ഉണ്ടാക്കി കൊടുത്തു, കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു. ഓരോ കൊട്ടാരത്തിലും ഭഗവാൻ പലതരത്തിലുള്ള കേളികളിൽ ഏർപ്പെട്ടിട്ട് എവിടെ പോയാലും ഭഗവാനെ കാണാം. ഒറിജിനൽ ഭഗവാനെ തന്നെ എല്ലായിടത്തും കാണാം. ആശ്ചര്യൻ നാരദാലോകിത വിവിധഗതി. ഒരിക്കലും നാരദൻ ഈ ഭഗവാന്റെ ലീല കാണാൻ വേണ്ടി വന്നിട്ട് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്, കൊട്ടാരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്ക് ഓരോ പത്നിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്തും ഭഗവാൻ അവിടെ ആ പത്നിയെ സന്തോഷിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്തിട്ട്,
അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട്, അതല്ലെങ്കിൽ അവിടുത്തെ കുതിരകളെ തടവി അവരെ നോക്കിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ ഭഗവാൻ ഓരോരോ ഗൃഹത്തിലും കണ്ടു. അത്ഭുതപ്പെട്ടു നാരദൻ. ആശ്ചര്യൻ നാരദാലോകിത വിവിധഗതി തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശതനയാൻ. അങ്ങനെ ഭഗവാന്റെ വലുതായ ഗാർഹത്യം, അതായത് ഗൃഹത്തിലുള്ള താമസം, ഒരു ഗൃഹനാഥൻ എന്നുള്ള നിലയിലുള്ള ഭഗവാന്റെ താമസം, അതിലെ ഭഗവാൻ ദശതനയൻ, ഓരോ പത്നിമാരിലും 10 കുട്ടികളെ വീതം. അപ്പൊ 16,100 എന്ന് വരെ പറയണ്ട, 16,108 ഇൻറ്റു 10, അത്രയും കുട്ടികൾ ഭഗവാൻ ഉണ്ടായി എന്ന് പറയണം. അങ്ങനെയുള്ള വാതാലേശ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, പാഹി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. നമുക്കിതോടെ ഭഗവാന് സമർപ്പിക്കാം. ഗുരുവായൂരാധീശ പ്രസീദ കരുണാകര പുരുഷോത്തമ വൈകുണ്ഠത്വയി സർവം സമർപ്പിതം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം.